നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പോലീസ് ഫോഴ്സിലേക്ക് ഒരു എൻട്രി നോക്കുന്നവർ, ഒരു ബേസിക് കേഡറിൽ, ഒരു സിവിൽ പോലീസ് ഓഫീസർ എന്നുള്ള കേഡറിൽ നിങ്ങൾക്ക് ഒരു പോലീസ് കോൺസ്റ്റബിൾ വേക്കൻസിയിൽ നിങ്ങൾ കയറാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ട് എങ്കിൽ അവർക്കുള്ള മികച്ച ഒരു അവസരം PSC റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ്ങിലേക്ക് ഉള്ള ഒരു പോലീസ് കോൺസ്റ്റബിൾ വേക്കൻസിയാണ്. കാറ്റഗറി നമ്പർ 583/2024 എന്നുള്ള നോട്ടിഫിക്കേഷനിലൂടെ ആണ് PSC ഈ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു മികച്ച അവസരമാണ്. ഡീറ്റെയിൽസൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാം. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്, എങ്ങനെ അപ്ലൈ ചെയ്യണം, ഈ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇതിലൂടെ പറയാം. അതിനെക്കുറിച്ചൊന്ന് സീരിയസ് ആയിട്ട് ചിന്തിക്കാനായി ശ്രമിക്കുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. അപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ നോട്ടിഫൈ ചെയ്തിരിക്കുന്ന ഒരു വേക്കൻസിയെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പോലീസ് കോൺസ്റ്റബിൾസ് ആയിട്ട് ഉള്ള ആ ഒരു പ്രൊഫൈലിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് ലക്ഷ്യം വെക്കുന്നവർക്കുള്ള ഒരു മികച്ച അവസരമാണ്. അപ്പോൾ അതിനകത്ത് ശമ്പള സ്കെയിൽ വരുന്നത് 31,100 മുതൽ 66,800 വരെയുള്ള ഒരു സാലറി സ്കെയിലാണ് അതിലുള്ളത്. ഒഴിവുകളുടെ എണ്ണം അവർ ലിസ്റ്റ് ചെയ്തിട്ടില്ല, അതും പുറകെ അത് ഒരുപക്ഷെ ലിസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇത് നേരിട്ടുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ്, PSC നേരിട്ട് നടത്തുന്ന റിക്രൂട്ട്മെൻറ്റാണ്. ഇതിനകത്ത് പ്രായം അവർ പറയുന്നത് 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനകത്ത് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ അതുകൊണ്ട് അവർ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം അവർക്ക് വേണ്ടി വനിതാ പോലീസ് കോൺസ്റ്റബിൾ സെപ്പറേറ്റ് ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. ആ വീഡിയോ ഞാൻ അടുത്ത ദിവസം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി പുരുഷന്മാർക്ക് മാത്രം ഉള്ളതാണ്. വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ഇതിനകത്ത് അപേക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് പ്രശ്നമില്ല, അവർക്ക് മറ്റൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ഓൾറെഡി നോട്ടിഫൈഡ് ആണ്. അത് ഞാൻ നാളത്തെ വീഡിയോയിൽ തന്നെ അത് പറയുന്നതുമാണ്. അപ്പോൾ 18 മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ SSLC അല്ലെങ്കിൽ ഇക്വലൻ്റ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അപ്പം SSLC ക്ലിയർ ചെയ്തവർ 10ാം ക്ലാസ് നമ്മുടെ സ്റ്റേറ്റ് ബോർഡിൻ്റെ SSLCയോ CBSEയുടെ തുല്യമായിട്ടുള്ള 10th ICSEയുടെ തുല്യമായുള്ള 10th അങ്ങനെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ബോർഡിൻ്റെ 10ാം തരം പാസ്സായവർ ആയിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ യോഗ്യത. ഇനിയും രണ്ടാമത് ശാരീരിക ക്ഷമത, കുറേ യോഗ്യതകൾ പറയുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 167 സെൻറ്റിമീറ്റർ ഉയരം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നെഞ്ചളവ് 81 സെൻറ്റിമീറ്റർ കുറഞ്ഞത് ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം ഈ 81 സെൻറ്റിമീറ്റർ നെഞ്ചളവ് എന്ന് പറയുമ്പോൾ അത് വികസിപ്പിക്കുമ്പോൾ 5 സെൻറ്റിമീറ്റർ വികസനം കാണിക്കാൻ പറ്റണം. അതായത് 81 എന്നുള്ളത് നമുക്ക് 86 എങ്കിലും ആക്കി കാണിക്കാൻ പറ്റണം. നോർമൽ ടൈമിൽ 81 നിൽക്കുന്ന നിങ്ങൾക്ക് ശ്വാസമെടുത്ത് നെഞ്ച് അളവ് കൂട്ടുന്ന സമയത്ത്, ആ ശ്വാസമെടുത്ത് നിൽക്കുന്ന സമയത്ത് 86 കാണിക്കാൻ സാധിക്കണം. അപ്പോൾ 81, 86 എന്നുള്ളത് മിനിമം വേണം. 167 സെൻറ്റിമീറ്റർ ഉയരം വേണം. ഇതുകൂടാതെ SSLC അല്ലെങ്കിൽ തുല്യത വേണം. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് എലിജിബിലിറ്റി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗങ്ങൾക്ക് 160 സെൻറ്റിമീറ്റേഴ്സ് മതി. അതുപോലെ തന്നെ 76 ആണ് അവർക്ക് നെഞ്ചളവിന് പറഞ്ഞിട്ടുള്ള എന്താ പറയുക മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അതുപോലെ തന്നെ ഈ 76-ൽ നിന്നും 5 സെൻറ്റിമീറ്റർ ഉയർത്തി കാണിക്കുകയും വേണം. അതുപോലെ തന്നെ കാഴ്ച ശക്തിയെക്കുറിച്ചുള്ള കുറച്ച് ക്രൈറ്റീരിയകളും പറയുന്നുണ്ട്. അതും കൂടെ എന്താണെന്നൊന്ന് ഞാൻ പറയാം. ഇനി ഇതിനകത്ത് സ്പെക്സ് ഉപയോഗിക്കാതെ, ഇപ്പോൾ കണ്ണട ഉപയോഗിച്ച് നമുക്ക് കാഴ്ചശക്തി പരിഹരിക്കാം. അതങ്ങനെ അല്ലാതെ തന്നെ ഒരു മിനിമം അവർ നിഷ്കർഷിക്കുന്ന കാഴ്ചശക്തി ഉണ്ട്, കണ്ണട വെക്കാതെ തന്നെ. അതായത് കറക്റ്റഡ് വിഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. ഡ്രൈവിംഗ് ലൈസൻസിനൊക്കെ അവർ പറയുന്ന കറക്റ്റഡ് വിഷൻ എന്നാണ്. അതായത് കണ്ണട വെച്ചാൽ നമുക്ക് ഇത്ര കാഴ്ചശക്തി ഉണ്ടായിരിക്കണം. ഇതങ്ങനെയല്ല, കണ്ണട വെക്കാതെ തന്നെ അവർ പറയുന്ന കാഴ്ചശക്തി. അത് നോട്ടിഫിക്കേഷൻ ഒന്ന് കയറി PSCയുടെ നോട്ടിഫിക്കേഷൻ ഒന്ന് കാണുക. PSC വെബ്സൈറ്റിൽ കയറി ആ വിജ്ഞാപനത്തിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അതും ഉണ്ടായിരിക്കണം. അപ്പോൾ കാഴ്ചശക്തി വലിയ ഹൈ പവർ ഗ്ലാസുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് ഒരുപക്ഷെ ഈ എലിജിബിലിറ്റി മീറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നോർക്കുക. ഇത് കൂടാതെ
ഒരു ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റും കൂടെ ഇവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതായത് കായിക ക്ഷമതാ പരീക്ഷണം എന്നുള്ളതാണ് എൻഡ്യൂറൻസ് എന്ന് പറയുന്നത്. നമ്മുടെ കായിക ക്ഷമതയുണ്ട്. ഒരു പോലീസ് കോൺസ്റ്റബിളായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്ക് നല്ല കായിക ക്ഷമത വേണം. അതുകൊണ്ട് ആ ഒരു ടെസ്റ്റ് അവർ വ്യക്തമായിട്ട് ആ എൻഡ്യൂറൻസ് ടെസ്റ്റ് നടത്തും. അതിനകത്ത് ചെയ്യുന്ന കാര്യം ഇതാണ്, നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും അത് അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിനുള്ള ഒരു കായികക്ഷമത ഉണ്ടോ എന്ന് നോക്കുക. അതായത് 13 മിനിറ്റിനുള്ളിൽ റോഡ് മാർഗം ഒരു 3 കിലോമീറ്റർ ഓടി എത്തുക എന്നുള്ളതാണ് ആ യോഗ്യത. അപ്പം കാടും മലയും കുന്നും കയറുന്ന ഒരു രീതിയൊന്നുമല്ല, നോർമൽ റോഡ് പോലെ സാധാരണ രീതിയിലുള്ള റോഡ്, ചെറിയ കയറ്റവും ഇറക്കമൊക്കെയുള്ള റോഡായിരിക്കാം, വലിയ കുന്നും മലയും ഒന്നുമല്ല, സാധാരണ റോഡ്. ആ റോഡ് മാർഗത്തിൽ 13 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് 3 കിലോമീറ്റർ ഓടാൻ സാധിക്കണം. അത് അത്ര ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാലല്ല, പക്ഷേ അതൊന്ന് ശ്രമിച്ച് എൻഷുർ ചെയ്യുക. കാരണം 13 മിനിറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ നടപ്പിനെ കുറിച്ചൊക്കെ പറയുമ്പം ഒരു 5 കിലോമീറ്ററൊക്കെയാണ് ഒരു മണിക്കൂറിൽ നമുക്ക് സാധാരണ രീതിയിലുള്ള നടപ്പ്, ഒരു നല്ല എന്താ പറയുന്നത്, ഒരു ആയാസം കിട്ടാൻ വേണ്ടി നടക്കുന്നത്, എക്സർസൈസിന് വേണ്ടി നടക്കുമ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് നമ്മളൊരു 4.5 കിലോമീറ്ററാണ് സാധാരണ നടക്കുക. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ 13 മിനിറ്റിൽ 3 കിലോമീറ്റർ ഓടി എത്തുക എന്ന് പറഞ്ഞാൽ നല്ല എൻഡ്യൂറൻസ് ഉള്ളവർക്കേ സാധിക്കുകയുള്ളൂ. അത് പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് പരീക്ഷിക്കാം. ഇനി നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യുന്നില്ലെങ്കിലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതാണ് കേട്ടോ. നല്ലൊരു കായികക്ഷമത നമുക്കുണ്ടോ എന്ന് പരീക്ഷിക്കാനുള്ളൊരു അവസരം കൂടിയാണ് 13 മിനിറ്റ് കൊണ്ട് 3 കിലോമീറ്റർ ഓടിയെത്താൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇനി ഈ എൻഡ്യൂറൻസ് ടെസ്റ്റ് വിജയിക്കുന്നവർക്ക് ഒരു ഒബ്ജക്റ്റീവ് മോഡലിലുള്ള ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതായത് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുമ്പം ഒരു ചോദ്യോത്തരം, അതായത് നമുക്ക് ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്റ്റീവ് അല്ല, ഡീറ്റെയിൽഡ് ആയിട്ട് ആൻസർ എഴുതുന്ന പരീക്ഷയല്ല, നമുക്ക് OMR ഉപയോഗിച്ച്, അതായത് നമ്മൾ ബബിൾസ് കറപ്പിക്കുന്ന രീതിയാണ് OMR എന്ന് പറയുന്നത്. അപ്പോൾ ഈ OMR ഉപയോഗിച്ച് ഉള്ള ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റും കൂടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതിനെ കൂടെ ബേസ് ചെയ്തായിരിക്കും നിങ്ങളുടെ സെലക്ഷൻ ഉണ്ടാവുക. ഇനിയും ഈ കായികക്ഷമതാ പരീക്ഷയിലൂടെ ആദ്യത്തെ ബേസിക് എൻഡ്യൂറൻസ് ടെസ്റ്റ് ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞ് OMR ടെസ്റ്റ് ക്ലിയർ ചെയ്തവർക്കായിട്ട് നാഷണൽ ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റിലെ 1 സ്റ്റാർ നിലവാരത്തിലുള്ള 8 ഇനങ്ങളുണ്ട്. അത് നമ്മുടെ കായികക്ഷമത പരീക്ഷിച്ച് അതിന് ഉറപ്പാക്കുന്നതിനുള്ള ഒരു സെഷനാണ്. അതിൽ 8 ഐറ്റംസ് അവർ പറയാറുണ്ട്. അതൊക്കെ നോട്ടിഫിക്കേഷനിൽ പോയി മനസ്സിലാക്കുക. ഈ നാഷണൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലെ 1 സ്റ്റാർ നിലവാരത്തിലുള്ള 8 ഇനങ്ങൾ, അതിൽ ഏതെങ്കിലും 5 ഇനങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുത്ത് അതിലും യോഗ്യത നേടണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് നേടാൻ സാധിച്ചാൽ നമുക്ക് ഈ പോലീസ് കോൺസ്റ്റബിൾ ഓപ്പർച്യൂണിറ്റിയിലേക്ക് എത്താൻ പറ്റും. ഏതായാലും SSLC ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതെന്ന് ഓർക്കുക. രണ്ടാമതൊരു കാര്യം, എൻഡ്യൂറൻസിനെ കുറിച്ചും ഫിസിക്കൽ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് 167 സെൻറ്റിമീറ്റർ ഉയരം എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, നെഞ്ചളവിനെ കുറിച്ച് പറഞ്ഞത്, ഇതൊക്കെ കൃത്യമാണ് എങ്കിൽ നിങ്ങൾക്കൊരു നല്ല കായികക്ഷമത കേപ്പബിലിറ്റി ഉണ്ട് എന്നുകൂടി ഒരു തോന്നലുണ്ടെങ്കിൽ മികച്ച അവസരമാണ് ഒരു പോലീസ് ഫോഴ്സിൻ്റെ ഭാഗമാകുന്നതിന്. അപ്പോൾ ഇതിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ്ങിലേക്കുള്ള എൻട്രിയാണ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതും കൂടെ ഒന്ന് ഓർക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ആൺകുട്ടികൾക്ക് മാത്രമുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അത് കേട്ട് പെൺകുട്ടികൾ തളരേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റി പാരലായിട്ട് വരുന്നുണ്ട്. നാളത്തെ എൻ്റെ വീഡിയോയിൽ ഞാനത് ചെയ്യുകയും ചെയ്യും. സോ സ്റ്റേ ട്യൂൺഡ്. അടുത്ത ഒരു പ്രധാന കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായി ശ്രമിക്കുക. ഞാൻ എല്ലാ ദിവസവും തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം വീഡിയോസ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ എഡ്യൂക്കേഷണൽ അപ്ഗ്രേഡുമായി ബന്ധപ്പെട്ട വീഡിയോസ് ആയിരിക്കും, ചിലപ്പോൾ പുതിയ അവസരങ്ങളായിരിക്കും, സ്വകാര്യ തൊഴിലവസരങ്ങളായിരിക്കും, ഗവൺമെൻറ് അവസരങ്ങളായിരിക്കും. അപ്പോൾ അതൊക്കെ നേരിട്ട് നിങ്ങളിലേക്ക് തന്നെ എത്തും. നിങ്ങളുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെടും, 10th ക്ലിയർ ചെയ്ത് പോലീസ് ഫോഴ്സ് നോക്കുന്ന ഒരാളാണ് എങ്കിൽ അവർക്കുമൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.